ഭാരതാംബ എന്ന സങ്കല്പം അത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ തോന്നിയ സങ്കല്പമാകാം. അതിപ്പോൾ രാജ്ഭവനിൽ അങ്ങനെ ഒരു ചിത്രം വച്ചു. അത് BJPയുടെ RSSൻ്റെ അജണ്ടയാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. അതിനെ ചൊല്ലിയാണിപ്പോൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി ഇറങ്ങിപ്പോവുകയും മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുകയും തെരുവിൽ ഭയങ്കര സംഘർഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അത് കടന്നു പോയത് അതിനെ ചൊല്ലിയാണ്. എന്നാൽ ഈ ഭാരതാംബ എന്നത് ഒരു സങ്കല്പം. നമ്മൾ ഈ ഭാരതത്തിൽ തന്നെ നമ്മൾ എല്ലാത്തിനും ഒരു അമ്മയായി കാണുന്നൊരു സങ്കല്പമുണ്ട്. ഭാരതത്തെ ആണെങ്കിലും ഭാരതാംബ, അതുപോലെ ഭൂമിയാണെങ്കിൽ ഭൂമി ദേവി അല്ലെങ്കിൽ ഭൂമി മാതാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ പലതിനെയും നമ്മൾ കാണുകയും അതിനെ അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരതാംബ എന്ന സങ്കല്പം ഭാരതത്തെ ഒരു അമ്മയായി, സ്വന്തം മാതൃരാജ്യത്തെ അമ്മയായി കാണുന്ന ഭാരതീയൻ്റെ സങ്കല്പം, ഭാരതീയൻ്റെ ഒരു രീതിയാണത്. അതിപ്പോൾ അവനൊരു ചിത്രം വച്ചതുകൊണ്ടൊന്നും അത് ഒരു പ്രശ്നമുണ്ടാക്കേണ്ട ഒരു സാഹചര്യമില്ല. അതിനൊക്കെ ചൊല്ലി ആ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വളരെ ഒരു താഴ്ന്ന തലത്തിലേക്കാണ്, നമ്മുടെയൊക്കെ നിലവാര തകർച്ചയിലേക്കാണ് കടന്നു പോകുന്നത്. അത് അങ്ങനെ ഒരു സങ്കല്പം പലർക്കും എന്താ ഈ ചിത്രമെന്നറിയില്ല. കാരണം ഇത് RSS ഉണ്ടാക്കിയതാണ്, BJP ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് എന്നൊന്നും ആർക്കും അറിയില്ല. കാരണം അങ്ങനെയൊരു ചിത്രമുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭാരതാംബയുടെ ചിത്രം എങ്ങനെയാണ്, അത് എങ്ങനെ ഇരിക്കുമെന്ന് സാധാരണ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന് ബോധ്യമാകുന്ന തരത്തിൽ നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ, അങ്ങനെയുള്ള അതിനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കണം. കാരണം നമ്മളുടെ അമ്മ എന്ന സങ്കല്പത്തിലാണ് ഈ ഭാരതത്തെ കാണുന്നത്. നമ്മുടെ മാതൃരാജ്യം അല്ലെങ്കിൽ നമ്മുടെ മാതൃരാജ്യത്തുള്ള സ്നേഹത്തെ നമ്മുടെ അമ്മയായി, നമ്മുടെ മണ്ണിനെ നമ്മുടെ അമ്മയായി കാണുന്ന മനുഷ്യരാണ്. ആ ഒരു സങ്കല്പത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത്. ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ അതിനെ ഒരു ചിത്രമായി കാണുന്നുണ്ടെങ്കിൽ ആ ചിത്രം എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിൽ ഏതൊരു തരത്തിലാണോ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുക. അങ്ങനെ ഒരു ചിത്രം നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചിത്രം സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. കാരണം ഇതാണെന്ന് യഥാർത്ഥ ഭാരതാംബയുടെ ചിത്രം, ഇങ്ങനെയൊരു ചിത്രമാണ് ഭാരതാംബ. ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ ഈ സിംഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൊടിയേന്തിയ വനിതയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ പലരും കണ്ടിട്ടുള്ള ചിത്രവും അങ്ങനെയാണ്. കാരണം നമുക്ക് അതിനുശേഷം ഉള്ള ചിത്രമൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ഭാരത സങ്കല്പമുണ്ട്, ഭാരതത്തിൻ്റെ ചിത്രം എന്താണ്, അങ്ങനെ ഒരു ചിത്രമുണ്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഇതാണ് എന്നറിയുന്ന രീതിയിലേക്കൊരു ചിത്രം കൊണ്ടുവരിക. ഭാരത സങ്കല്പം ഇതാണ്, ഭാരതത്തിൻ്റെ ചിത്രം ഇതാണ്, ഭാരതാംബയുടെ ചിത്രം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക. അതിലൊരു വിവാദത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കിടന്ന് നീറിയെരിയുന്നുണ്ട്. അതിനെ പുനഃ പോവുക രാഷ്ട്രീയ പാർട്ടികളൊക്കെ. വെറുതെ ഇതുപോലുള്ള ചെറിയ സംഭവങ്ങളുടെ പേരിൽ തമ്മിത്തല്ല് കൂടാനുള്ളതല്ല നമ്മുടെ കേരളം.